ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ മമ്മാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യം നമ്മൾ ചിക്കൻ ആദ്യം കഴുകി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കഴുകിയ ചിക്കനിൽ ഒരു സ്പൂൺ ജിഞ്ചർ, ഒരു സ്പൂൺ ഗാർലിക്ക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമുക്ക് ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിന് യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ ഒരു 2 സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മളിവിടെ ആഡ് ചെയ്തത് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെപ്പറും വലിയ ജീരകവും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു 5-6 ചെറിയ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്, അതും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചൊരു 2 to 3 സ്പൂണ് കോക്കനട്ട് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതൊക്കെ കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ മമ്മാൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ലെമൺ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കുറച്ച് കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേർഡും കൂടെ ഇട്ടിട്ട് മസാലാസ് എല്ലാം കുറച്ച് നേരം ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു തിക്ക് ബോട്ടമായിട്ടുള്ളൊരു പാൻ എടുത്തിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ കുറച്ചൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് 2-3 ടൊമാറ്റോസാണ് കേട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ചെറുതായിരുന്നു ഇവിടുത്തെ ടൊമാറ്റോസ്. അപ്പോൾ ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 1 ഒക്കെ ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ ചിക്കന് സവാള വഴറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇത് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഒരു വിസിൽ വെച്ച് വേണമെങ്കിലും എടുക്കുക. ഞാനത് നല്ലോണം സ്ലോ കുക്ക് ആയതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചിക്കൻ നല്ലൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വിസിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രേവി റെഡിയായി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.